നമ്മുടെ നാട്ടിൽ പണ്ട് ആളുകൾ തമ്മിൽ, രണ്ട് മതവിശ്വാസികൾ തമ്മിൽ സംസാരിച്ചാൽ അത് സൗഹാർദ്ദമായിരുന്നു. രണ്ട് മതവിശ്വാസികൾ തമ്മിൽ ഭക്ഷണം കഴിച്ചാൽ അത് സൗഹാർദ്ദമായിരുന്നു. രണ്ട് മതത്തിൽപ്പെട്ടവർ തമ്മിൽ ഒന്നിച്ച് യാത്ര ചെയ്താൽ അത് സൗഹാർദ്ദമായി. എന്നാൽ ഇന്ന് പരസ്പരം ഒന്ന് കണ്ടാലോ കെട്ടിപ്പിടിച്ചാലോ സംസാരിച്ചാലോ അതൊക്കെ മതസൗഹാർദ്ദമായി എന്ന് പ്രത്യേകം പ്രൂവ് ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അതൊക്കെ ഫേസ്ബുക്കിൽ ഇടേണ്ട ഒരു വല്ലാത്ത ഗതികേടിലാണ് നമ്മുടെ അയൽവാസിയായ വേണുവാകട്ടെ, ജോസഫ് ആകട്ടെ, രാമനാകട്ടെ, ആരാകട്ടെ, അവരോട് നിന്ന് സാധാരണ സംസാരിക്കുന്ന സംസാരം എപ്പോൾ എന്ത് ചെയ്യണം? അത് ഫോട്ടോ എടുത്തുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇടണം. എന്തെങ്കിലും ഞാൻ എന്താകുള്ളൂ? സൗഹാർദ്ദമുള്ളവരോ? ആ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മതസൗഹാർദ്ദം തെളിയിക്കേണ്ട ഒരു അമിത ബാധ്യത അനാവശ്യമായി ഇന്ന് മുസ്ലിം സമുദായം ഏറ്റെടുത്തിരിക്കുകയാണ്. അത് മുസ്ലിം സമുദായത്തിന്റെ മാത്രം ഒരു ബാധ്യതയാണ്. മറ്റുള്ളവരുടെ വാളിൽ പലപ്പോഴും കാണാറില്ല. മുസ്ലിങ്ങൾക്ക് എന്ത് വേണം? അവരിപ്പോൾ ഇനി ഇവിടെ നല്ല നിലക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവരോടൊക്കെ നല്ല നിലക്കാണ് കഴിയുന്നത് എന്ന് കഴിഞ്ഞാൽ മാത്രം പോരാ, വേറുള്ളവരെ ബോധ്യപ്പെടുത്തുകയും വേണം. ആ ബാധ്യത ആരെങ്കിലും കെട്ടിയേൽപ്പിച്ചതല്ല. ചില മുസ്ലിങ്ങളായ ആളുകൾ സ്വയം ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന് പറയാതിരുന്നിട്ട് നിർവാഹമല്ല. കാരണം എന്താ പറയുക, അങ്ങനത്തെ കുറച്ച് ആൾക്കാർ വേഷം കെട്ടി ആടുമ്പോൾ ഇനി അങ്ങനെ വേഷം കെട്ടി ആടാത്തവനൊക്കെ വർഗീയവാദിയാകാൻ പോവുകയാണ്, അവരൊക്കെ തീവ്രവാദിയാകാൻ പോവുകയാണ്. അതുകൊണ്ട് അതിന് ബ്രേക്ക് ഇട്ടേ പറ്റുള്ളൂ. ഈ കാഴ്ചപ്പാടിന് കൃത്യമായ നിലപാടുകൾ ഈ വിഷയത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. മതലയനമാണ് മതസൗഹാർദ്ദം എന്ന ഒരു തെറ്റായ കാഴ്ചപ്പാടിന് ഇന്ന് കാഹളം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ചെണ്ട മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വഴിത്താരകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ബ്രേക്ക് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വലിയ കാലുഷ്യമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ? എല്ലാ മതങ്ങളും പരസ്പരം ലയിക്കലാണോ? എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ആരാധനകളും ആഘോഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുമാറലാണോ? അപ്പോഴാണോ സൗഹാർദ്ദം ഉണ്ടാകുക? അതിന് മതലയനം എന്നാണ് പേര്. അത് മതം ലയിപ്പിക്കുക എന്നാണ് പേര്. മതലയനമല്ല സൗഹാർദ്ദം. ഓരോരുത്തരും അവരവരുടെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ആദരിക്കാനും ബഹുമാനിക്കാനും സഹിഷ്ണുതയോടുകൂടി വീക്ഷിക്കാനുമുള്ള ഒരു വിശാല മനസ്സുണ്ടാവുക എന്നതാണ് യഥാർത്ഥത്തിൽ സൗഹാർദ്ദം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതാണ് ഇന്ത്യൻ ബഹുസ്വരത, അതാണ് ഇന്ത്യൻ മതനിരപേക്ഷത, അതാണ് നമ്മുടെ ഭരണഘടന നമ്മോട് പറയുന്നത്.